പോണവൻ രാമഭദ്രൻ തല്ലിയവൻ. പിടിച്ചോ പിടിച്ചോ. ഇന്ന് ഹാർബറിൽ വളരെ സമാധാനപരമായ ഒരു അന്തരീക്ഷം വരുന്നട്ടാ. കാല് കുത്തിയപ്പോൾ ഞാൻ കണ്ടത് ഭയങ്കര വലിയ ചെമ്പല്ലിയാണ്. ചെമ്പല്ലി എന്ന് പറഞ്ഞാൽ അത് ഏതാണ്ട് തീ ലെവൽ വരും. നിങ്ങൾ നോക്കി, സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെമ്പല്ലി വിളിക്കാത്ത കമ്പനിക്കാരൊന്നും ഉണ്ടായിരുന്നില്ല. എല്ലാ കമ്പനിയിലും ചെമ്പല്ലി, അവിടെ നോക്കിയാലും ഇവിടെ നോക്കിയാലും എവിടെ നോക്കിയാലും ചെമ്പല്ലി. വിളിച്ചെടുത്ത ചെമ്പല്ലികളിൽ ഏറ്റവും വലിയ ചെമ്പല്ലി ഉണ്ടായിരുന്നു ഓജ കമ്പനി വിളിച്ച ചെമ്പല്ലിയായിരുന്നു. വാവ്, മതിച്ച സാധനം. ലേലം വിളി കഴിഞ്ഞ് ചെമ്പല്ലി പാസ് ചെയ്ത് പോകുന്തോറും അവിടെ പച്ചപ്പണി തകർത്ത് നടന്നുകൊണ്ടിരിക്കേണ്ട. മൊത്തത്തിൽ മീനും കുറവായിരുന്നു. പച്ച കഴിഞ്ഞപ്പോൾ ഇതാണ് ഹാർബറിന്റെ അവസ്ഥ. നോക്കിയേ, എല്ലായിടത്തും അവിടെ ഇവിടെ ഇഷ്ടംപോലെ ഗ്യാപ്പുകളും സ്ഥലങ്ങളും ഒഴിഞ്ഞ് കിടക്കണം. ഒരു പണിയില്ലാണ്ട് വെറുതെ നിൽക്കുന്ന സമയത്ത് അതിൽ കൂടി ഒരാൾ നടന്നുപോയി. ജീനിലേട്ടൻ ഞങ്ങളെ സുരേന്ദ്രൻ ചേട്ടൻ്റെ മീൻ ചായക്കാനാണ് ഇട്ടത്. അവിടെ ഇഷ്ടം പോലെ തിരിയാൻ കിടപ്പുണ്ടായിരുന്നു ചായക്കാനായിട്ട്. വളരെ പെട്ടെന്നായിരുന്നു നേരം വെളുത്തത്. പോവാൻ പറയട്ടെ, ഇല്ലെങ്കിൽ അവന്റെ അവസാനം എന്റെ കൈ കൊണ്ടായിരിക്കും. ഞാൻ നോക്കിയപ്പോ കുഞ്ഞമ്പൂച്ചേട്ടനും സംഗീതേട്ടനും അച്ചുവേട്ടനും കൂടി ചായക്കണം. ഉണ്ണിപ്പാപ്പനാണെങ്കിൽ തിരിയാന്റെ മേനിയും വിട്ട് അവിടെ പൂക്കൾ ഉണ്ടായിക്കൊണ്ടിരിക്കണം. പേളിന്റെ പണി തകർത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ആ സമയത്താണ് നമ്മുടെ ചിക്കുവും ജാനുവും കൂടി അവിടെ നിന്ന് ചായച്ചുകൊണ്ടിരിക്കുന്നത്. തിരിയാനാണ് അവർ ചായച്ചുകൊണ്ടിരുന്നിരുന്നത്. ശരിക്കും പറഞ്ഞൊരു തിരിയാനും ചാളയൊക്കെ നമ്മൾ ചായക്കണ എങ്ങനെയാണെന്ന് അറിയൂ. ഇതിങ്ങനെ പൊക്കി പിടിച്ചിട്ട് ഇതിങ്ങനെയാണ് ഐസ് വിതറും. കണ്ടാ, അതങ്ങനെയാണ് ഐറ്റം. തൊട്ടപ്പുറം നമ്മുടെ വൈശാഖുന്നുണ്ടും ഉണ്ണിമേരിയും ചായക്കുന്നുണ്ട്. നല്ല കടുംചോപ്പ് ഉണ്ണിമേരി. എന്ത്? ആ വെടിയുണ്ട് എന്റെ നേർക്കല്ലേ വരുന്നത്? മാറിക്കളയാം. എന്നെ ലക്ഷ്യമാക്കി വന്ന റോഹിച്ചേണ്ട ഐസിനെ നിഷ്പ്രഭമായി കൊണ്ട് ഞാൻ ചാടി മാറി. ഡന്നമ്പായും ബിപിൻചേരനും ആണെങ്കിൽ തിരിയാൻ വെറുതെ അടിപൊളിയായിട്ട് പൊക്കി ചായച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോഴേക്കും സുരേന്ദ്രൻ ചേട്ടൻ്റെ ചായച്ച മീനൊക്കെ കയറ്റാനുള്ള ടൈമായിട്ടാ. പിന്നെ ഇത് നമ്മുടെ സ്വന്തം ഷോമേഷ്, ആളെ കൊണ്ട് പണ്ടാര വിറ്റാണ്. അത് കഴിഞ്ഞ് നമ്മുടെ അഴീക്കോട് പാലത്തിന്റെ പണി നോക്കി ഞാൻ കുറച്ചേരം നിന്നു. വാവ്, പണി തീരാറായിട്ടാ. പിന്നെ ഞാൻ കണ്ടത് അമ്പാടിച്ചേട്ടനും സനിച്ചേട്ടനും ശ്രീമോഹൻചേട്ടനും കൂടി ഇന്ന് ഉടുപ്പൂരി അയക്കണായിരുന്നു. തിരക്ക് പണിയല്ലാത്തോണ്ട് എല്ലാവരും പതുക്കെ പണിയെടുക്കുമ്പോ ഇവരും മുടിഞ്ഞ സ്പീഡിലാണ് പണിയെടുത്തോണ്ടിരുന്നിരുന്നത്. ഇത്രയും സ്പീഡിൽ എന്തിനാണ് ഇവർ ഈ പണിയെടുത്തോണ്ടിരിക്കണതെന്ന് ഞാൻ കുറച്ചേരം ആലോചിച്ചിരുന്നു. അവരുടെ തൊട്ടടുത്ത് തന്നെ കണ്ണൻ ചേട്ടനും ശങ്കരനും കൂടി ഉണ്ടായിരുന്നു. അങ്ങനെ നിലവിൽ കിട്ടിയ പണിയൊക്കെ ഒതുങ്ങി ഞങ്ങൾ ഇവിടെ വെറുതെ റെസ്റ്റ് എടുക്കേണ്ട. അപ്പൊ നിങ്ങൾ വിചാരിക്കും വെറുതെ ഇരിക്കണം. വെറുതെ ഇരിക്കല്ല, കേറ്റടിയുമാണ്. പോട്ടെ, വണ്ടി കയറ്റിയിട്ട് വരാം. ബൈ ബൈ.